ഹലോ, നമസ്കാരം. ഇന്ന് നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ? പൊതുവേ ഞങ്ങളങ്ങനെ മട്ടൻ മേടിക്കാറില്ല. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നേർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് തന്ന മട്ടനാണ്. ചേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ ആരും മട്ടൻ കറി കൂട്ടാറില്ല. എന്നാൽ എൻ്റെ വീട് കോതമംഗലത്ത്, അവിടെ എല്ലാവരും മട്ടൻ നന്നായി കഴിക്കുന്നവരാണ്. അവിടെ എല്ലാവരും മട്ടനൊക്കെ കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കറി ഉണ്ടാക്കാമെന്ന് ഓർത്താണ്. ആദ്യം നമുക്ക് നന്നായി മട്ടൻ കഴുകിയെടുക്കാം. മട്ടനൊരു ചെറിയൊരു ചില മട്ടനൊരു സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ വരാറുണ്ട്. അതൊക്കെ ഇല്ലാണ്ട് നമുക്ക് നല്ല സെറ്റപ്പാക്കി നന്നായി കഴുകിയെടുത്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് തിരുമ്മി വയ്ക്കാം. ഏറ്റവും നല്ല ഇറച്ചി ഇതാണെങ്കിലും ഔഷധ ഗുണവും ഒക്കെ ഉള്ളതാണെങ്കിലും എല്ലാവർക്കും ഇതിൻ്റെ മട്ടൻ്റെ ഒരു മക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്താലാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. മട്ടൻ ഞാനിവിടെ നന്നായി കഴുകിയെടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുകയാണ്. കുറച്ച് മട്ടനേ ഉള്ളൂ, ഒത്തിരിയില്ല. പിന്നെ നേർച്ചയായതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 1/2 കിലോയുടെ മേളിലുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാമാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്ക് മട്ടൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനിവിടെ സബോള എടുക്കുന്നില്ല, പകരം ചെറുള്ളി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുള്ളിയും എല്ലാം നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്, ഒന്നും നമ്മൾ അരിഞ്ഞെടുക്കുന്നില്ല. മട്ടൻ ആയതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നമ്മൾ 1/2 കിലോ ഇറച്ചിക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. ഇച്ചുക്കൂട്ടൻ എൻ്റെ കൂടെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇച്ചുക്കൂട്ടൻ കുറച്ചേരം ചതക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ കല്ല് അവന് വിട്ടു കൊടുത്തു. നമ്മുടെ മട്ടൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഞാനിവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടി നല്ല കട്ടിയുള്ള ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും ചതച്ചത് നന്നായി നമുക്ക് വരട്ടിയെടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ വെന്ത് ഒന്നാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറുള്ളിയൊക്കെ വെന്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ സ്വന്തമായിട്ട് ഇതുപോലെ മക്കൊക്കെയുള്ള ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ ഇടാൻ വേണ്ടി കുറച്ച് ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയുടെയൊക്കെ കിറ്റിൻ്റെ ഒക്കെ ഒപ്പം കിട്ടുന്ന ചെറിയൊരു പാക്കറ്റില്ലേ, അല്ലെങ്കിൽ നമുക്ക് പൈസയ്ക്ക് അല്ലാണ്ട് 20 രൂപയ്ക്കൊക്കെ പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അതെല്ലാം ഒന്നിച്ചിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, ഏലക്ക, കുരുമുളക്, അങ്ങനെ കുറേ ഐറ്റംസ് ആ കിറ്റിൻ്റെ കൂടെ കിട്ടുമല്ലോ. അതൊരു 20 രൂപയൊക്കെ ഉള്ളൂ കിറ്റിന്, ചെറിയ പാക്കറ്റ്. അതെല്ലാം കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഈ ആട്ടിറച്ചിയൊക്കെ പോലെയുള്ള ഇറച്ചിക്ക് ഉള്ള മക്കൊക്കെ പോയി കിട്ടാൻ വേണ്ടി ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പെപ്പർ പൊടി, പിന്നെ മീറ്റ് മസാല. ഇപ്പം നമ്മൾ ഏകദേശം പൊടിയൊക്കെ നന്നായി വരട്ടി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക്
ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മട്ടനാണ്, അതുകൊണ്ട് വേകാൻ വേണ്ടി ഇച്ചിരി താമസം ഉണ്ടാവും, കുക്കറിലൊന്നും അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നന്നായി മൂടി വെക്കണം. മട്ടനായതുകൊണ്ട് വെന്ത് കിട്ടാൻ താമസമുണ്ട്. കോഴി പോലെ വേഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ഞാനിവിടെ നന്നായി വരട്ടിയെടുക്കാനാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യണതിന് മുമ്പ് ഒന്നുകൂടെ വേണമെങ്കിൽ ചൂടാക്കി നന്നായി കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മട്ടനൊക്കെ ആവുമ്പോൾ എപ്പോഴും ചൂടോട് കൂടി കഴിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.